അദ്ദേഹത്തിൽ നിന്നും ഒരിക്കലും ഇത്തരത്തിലൊരു പ്രതികരണം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങൾ അയ്യന്തോൾ പുലിക്കളി സംഘാടക സമിതി പുലികൾക്ക് ഒരു ട്രെയിനിങ് നൽകുന്നതിൻ്റെ ഭാഗമായി എടുത്ത ഒരു ചിത്രത്തെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് പുലിക്കളി ഒരു വികൃതമായ നാട്യരൂപമാണ് എന്ന് പറഞ്ഞ് തികച്ചും തെറ്റാണ്. കാരണം പതിറ്റാണ്ടുകളായി ലോകത്തിൽ തൃശ്ശൂരിൽ മാത്രം നടന്നു വരുന്ന ഒരു കലാരൂപമാണ് പുലിക്കളി. വൈകിട്ട് പുലർച്ചെ 5 മണിക്ക് ശരീരത്തിൽ ശരിയായ രീതിയിൽ ശരീരം മുഴുവൻ ചായം തേച്ച് 5 കിലോളം തൂക്കം വരുന്ന അരയിൽ കെട്ടി വൈകിട്ട് 11 മണി വരെ, രാത്രി 11 മണി വരെ അവർ കളിക്കുന്ന ചുവടുകളും രുദ്രതാളത്തിലുള്ള താളമേളവും എല്ലാം കൂടിയിട്ടാണ് ഈ നാട്യരൂപം അരങ്ങേറുന്നത്. ഇത് തൃശ്ശൂരിൻ്റെ മാത്രം തനതായൊരു കലയാണ്. അതിന് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു വൈകൃത രൂപമായി ചിത്രീകരിക്കാൻ കഴിഞ്ഞതെന്ന് ഞാൻ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പിന്നെ പറയാനുള്ളത്, ഇത് തൃശ്ശൂരിൻ്റെ രൂപമായി നിലനിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഇതിനെ കേന്ദ്ര ഗവൺമെൻറ് സഹായം വന്നു, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സഹായം വന്നു, സൗത്ത് കൾച്ചറൽ ഓർഗനൈസേഷൻ്റെ സഹായം വന്നു. ഇതിനൊരു ഫോക്ലോറായി അംഗീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്നവരെല്ലാം മനുഷ്യരാണ്, അവരും കലാകാരന്മാരാണ്. അവർക്ക് വയറുണ്ടായി, വയറ് കുറഞ്ഞു പോയി എന്നുള്ളതൊരു കുറ്റമായിട്ട് കണക്കാക്കരുത്.